ഞമ്മളെല്ലാം മറന്നാന്തോ അല്ലേ? ഞാനിടീ തിരക്കെന്നായിപ്പോയി. നമ്മളെ നാട്ടിൽ നിന്ന് ചങ്ങായിമാറും നമ്മളെ പൊയ്ക്കാറെല്ലാം വന്നിട്ടുണ്ടായി ദുബായ് ചുറ്റാന്. അങ്ങനെ ഓരെല്ലാം കൊണ്ട് ദുബായ് ചുറ്റുന്നതിന്റെ തിരക്കിലെന്നായിപ്പോയി. നിങ്ങളോട് മുണ്ടണ എത്രയെന്ന് ഇരിക്കുന്ന അറിഞ്ഞാ? പിന്നെ ഫിലിമിനെല്ലാം പോയിനാ സുഖന്യ നിങ്ങൾക്ക് എല്ലാവർക്കും. ഞാൻ കറങ്ങാനെല്ലാം പോയിട്ട് നല്ല മജ ആയിന്ന് അറിഞ്ഞാ. ഞാൻ കൂച്ചിൽ തന്നെ മുണ്ടുന്നത് എന്തെങ്കിലും ഇല്ലെങ്കിൽ ടൈമേ കിട്ടുന്നില്ല. ഞാൻ കുമ്പളങ്ങി നൈറ്റ്സ് കാണാൻ പോയിട്ടുണ്ടായിന്. അപ്പൊ ഞാൻ തിരിച്ച നിങ്ങളോട് എല്ലാവരോടും വന്നിട്ട് മുണ്ടണോന്ന്. ഞാൻ ഒരോട്ടല്ല 3 ഓട്ടം പോയി തിയേറ്ററിൽ കാണാന്. എന്തൊരു സിനിമ അറിഞ്ഞ അല്ലാ. ഫഹദ് ഫാസിൽ പിന്നെ വേറെ തന്നെ പറഞ്ഞു. നമുക്ക് എന്തു ചെല്ലേണ്ട കാര്യമില്ലല്ലോ, നിങ്ങൾക്കെല്ലാം അറിയുന്ന തന്നെയല്ലേ. പിന്നെ അതേമാതിരി സൗബിന് ഓർക്ക് ഇപ്പൊ അവാർഡെല്ലാം കിട്ടിയല്ലോ. ഓർക്ക് കിട്ടേണ്ടത് തന്നെ എന്തൂരം അഭിനയം ഓറത് അതിലേ കിട്ടും നോക്കിക്കോ. പിന്നെ ഷെയ്ൻ നിഗം എല്ലാ ചെക്കനെ കാണെങ്കിൽ ദൂരിച്ചേലർ ഞാൻ നോക്കുയല് ചിരിക്കുന്ന കാണാനെന്ന് ഞാൻ ആദ്യമേ പോകും തിയേറ്റർക്ക്. പിന്നെ ഡയലോഗെല്ലാം ചെല്ലുമ്പോ വേറെ ഒരു അഭിനയം ഭയങ്കരത്തിന്റെ തന്നെ. 2 പെണ്ണുങ്ങളുണ്ട് സിനിമയില്, 2 ആള് പുൽസാക്കിനാവോ. അതില് ഫഹദ് ഫാസിൽ മംഗലം കഴിക്കുന്ന ഒരു നടിയുടെ ഗ്രേസ് എല്ലിട്ട് ഓരൊക്കെ വെങ്ങനെ പൊടിച്ചിന്. എന്തെങ്കിലും ഒരു സെന്ന സീൻ ഇല്ലതെല്ലോ ഭയങ്കരത്തിന്റെ ആക്കിന ഒരു 1.5 ഇല്ലല്ലോ ഞമ്മ അതുമാതിരി ആക്കിനോറ്. അതില് പിന്നെ ഫഹദ് ഫാസിലിന്റെ ഒരു ബൈക്ക് സ്റ്റാർട്ടാക്കുന്ന സീനുണ്ട്. അതിൽ ഒരു നെട്ടുന്നത് ബൈക്ക് സ്റ്റാർട്ടാക്കുന്ന കൂട്ടിയിട്ടിട്ട് എല്ലാവരും നെട്ടുന്ന കെട്ടുന്ന നേറ്റിന് ഒരു നെട്ടിയാൾക്ക് തന്നെ ഉണ്ട്. എന്തൊരു അഭിനയം എന്തോ. പിന്നെ ഓരപ്പന്റെ കൂച്ചിപ്പുറത്തുള്ള കിടാക്കെല്ലാം ഫുട്ബോളെല്ലാം കളിക്കുന്നേ. അതോറെ മംഗലം കഴിഞ്ഞ പിന്നെ ഓരോ കുയ്യാപ്പിള എന്തിനു തമ്മിക്കുന്നില്ല കിടാക്കളെല്ലാം. അപ്പൊ ഓർക്ക് ഞമ്മളെ പേരന്റെ കൂച്ചിപ്പുറത്തുള്ള കിടാക്കളോട് ഞമ്മക്കൊരു പിരിസുണ്ടാവേലെ. എന്ത് പുയ്യാപ്പിള തമ്മിക്കുന്നില്ല ഇല്ലെങ്കിൽ ഞമ്മക്ക് ഓരോ കിടാക്കളെ കാണുമ്പോ ഞമ്മക്കൊരു പിരിസ ഞമ്മ കാണിക്കാതിരിക്കാലോ. അപ്പൊ യോക്കിയോനെ പേടിയുണ്ട്, അന്നിട്ട് ആ പിരിസ കാണിക്കാനും പോണം. അപ്പൊ ഇവള് അതെല്ലാം കാണിക്കുന്ന നല്ല ചേലായിനാവോ. പിന്നെ ഓറെ പെങ്ങളായിട്ട് അന്നാബെന്നെല്ലിട്ട് മാഷല്ലാ ഓളെ ചിരിയെല്ലാം കാണാൻ എല്ലാ ചേലാണ്. ഇനി എത്ര സിനിമയിലുണ്ട് അഭിനയിക്കാൻ എല്ലാ നേരം നാട്ട് എന്തെങ്കിലും നല്ല സിനിമ ആവോ നിങ്ങൾ എല്ലാവരും കാണണം. അതിലൊരു സീൻ ഉണ്ടായിരുന്നു. ഞാൻ ഫഹദ് ഫാസില് ഇങ്ങനെ ഇട്ടിട്ട് ഇങ്ങനെ ചിരിക്കുന്ന അല്ലാ ഞാൻ കണ്ടിട്ട് എന്തോ ഒരു പേടിച്ചേ പോയി. ഞാന് അതിലെ ഭയങ്കരത്തിന് അത് കൈ തന്നെ വേറെ എന്തു ചെല്ലാനില്ലായിരുന്നു. ചെല്ലി ഞാൻ സിനിമന്റെ കഥ എഴുതി നിങ്ങളോട് ചെല്ലി തരുമെന്തോ കൊണ്ടുവന്നില്ലാവോ. പിന്നെ ഒരു സിനിമ എല്ലാവരും കണ്ടിട്ടുണ്ടാവുമല്ലോ യൂട്യൂബിലെല്ലാം വരുന്നല്ലോ. അതിനവർക്ക് അവാർഡ് കിട്ടിയിട്ടാകുമ്പോ ഞാൻ നിന്നെ നോക്കല നീ എന്നെ ഒരു കഴിച്ചാന്ന് വിളിക്കലിട്ട് ഒരു നോക്കാലും ഇങ്ങോട്ട് എടുക്കുമ്പോ ഒരു മനസ്സില്ല മനസ്സോടെ ഒരു കഴിച്ചാന്ന് വിളിക്കുന്ന ഒരു സീന് അത് വൈറലായിന്. ചിരിക്കുന്ന അതില് സൗഭിച്ചായി ചിരിക്കുന്നില്ലേ അത് കഴിഞ്ഞിട്ട്. അപ്പൊ തിയേറ്ററിൽ എല്ലാവരും ചിരിക്കുന്നുണ്ടായി. ഇനി എന്തും കൊണ്ടതില്ല. നിങ്ങ പോയിട്ട് കാണുന്ന സിനിമ. പിന്നെ ഈ കുമ്പളങ്ങി എന്ന് പറഞ്ഞ ജാഗ എറണാകുളത്തിന്റെ അടുത്തുള്ളതോലും നിങ്ങൾ അറിഞ്ഞിന? ഞാൻ അറിഞ്ഞിട്ടേ ഇല്ല. അപ്പോ ഞാൻ എൻ്റെ മാപ്പന്റെ അടുത്ത് ചെല്ലിനി ഇനി ഞമ്മ കാസർഗോഡ് പോകുമ്പോ ഞാൻ ഉപ്പാനും ഉമ്മാനെല്ലാം കൂട്ടിട്ട് വയ്ക്കുക കുമ്പളങ്ങിക്ക് പോണം. എന്തെങ്കിലും നല്ല ജാഗ ടൂർ മാതിരി പോവാന്. ആടാ സിനിമ ഒരു കെണി കാണിച്ച എന്തല്ലെങ്കിൽ ഞമ്മ മോന്തിയാകുമ്പോ വെള്ളത്തിന്റെ താഴെ ലൈറ്റ് ഇട്ട മാതിരി ഒരു കെണിയാന്നത് അത്. അപ്പൊ വെള്ളം നമ്മ കയ്യിൽ കോരിട്ട് എടുക്കുമ്പോ ഫുള്ള് കയ്യിലെല്ലാം ലൈറ്റ്. എങ്ങനെയില്ലെങ്കിൽ ഈ ലൈറ്റ് ഉരുക്കിട്ട് വെള്ളായെങ്കിൽ എങ്ങനെ ഉണ്ടാവും അത് മാതിരിത്തെ. അതെനിക്ക് ഒരിക്കൽ കാണണം. ഇനി അത് എപ്പൊങ്കും ഇല്ലത് തോന്നുന്നു. എപ്പോ എന്താ അതില്ലത് എപ്പാന്നറിയല്ല. അതൊരിക്കൽ കാണണം ഇനി. അപ്പൊ നമുക്ക് ആ വെള്ളം കുടിക്കാനല്ലോ ആവോ. എന്താണ്ടോ എന്തായാലും എന്തെല്ലാം കെണിയല്ലേ. ഭയങ്കരത്തിന്റെ സിനിമ ആവോ. ഇനി എന്തായാലും കാണാം. ഇനി ഞാൻ മുണ്ടുന്നില്ല. ഇനി ഞാൻ മുണ്ടേ കഥ എഴുതി ചെല്ലിട്ട് തീരും. എന്തായാലും നല്ല സിനിമ. അത് ഡയറക്ടറിന്റെ ആദ്യത്തെ സിനിമ ഇല്ലോ. ആദ്യത്തെ എന്തായാലും ചെല്ലല. എന്നാലാവോ ഞാനൊക്കെ പണിയുണ്ട്. ഇനി പിന്നെ ഉണ്ടാ. നിങ്ങ സുഖന്നല്ലേ, വേറെ ബിസിനസ് എന്തില്ലാലോ. അപ്പൊ കാണാം. ശരി.